പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ സാബത്ത് ദിവസം പെന്തക്കോസ്താ തിരുനാൾ ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ ചലിപ്പിക്കുന്ന വിധം, പരിശുദ്ധാത്മാവിന് നമ്മൾ തുറവിയുള്ളവരാണ് എങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ നാം അനുവദിക്കുകയാണ് എങ്കിൽ, പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നില്ലാവോ, അച്ഛാ ഈ ഒരു വചനം പറഞ്ഞു തരാമോ, ഒരു പ്രാർത്ഥന പറഞ്ഞു തരാമോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമല്ലേ, അപ്പസ്തോല പ്രവർത്തനം 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സഹോദരങ്ങളെ, അപ്പസ്തോലന്മാരുടെ ജീവിതം എടുക്കുക. യേശുവിൻ്റെ മരണത്തോടെ എല്ലാവരും ഭയചകിതരായില്ലേ. ഞാൻ ആ പരിശുദ്ധമ്മയുടെ റോൾ എടുക്കുകയാണ്. അതായത് യേശു തൻ്റെ പ്രിയപ്പെട്ട മകൻ, ആ മകൻ മരിക്കുന്ന സമയത്ത് അവനെ യേശുവിനെ കൊല്ലാനായിട്ട് വധിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എല്ലാ ശിഷ്യന്മാരും ഓടി. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തോരം വേദന ഉണ്ടാവില്ല. തൻ്റെ മകൻ്റെ ഒരു വേദനയുടെ സമയത്ത് കാട്ടുകള്ളന്മാർ ഓടി അവരുടെ ജീവൻ രക്ഷിച്ച കാട്ടുകള്ളന്മാരാണ് ഇവരെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയല്ല. മാനുഷികമായിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ നോക്കാമായിരുന്നു അല്ലേ. അമ്മ എന്താ ചെയ്തത്? ആ ഭയചകിതരായ പേടിച്ചരണ്ട ആ ശിഷ്യന്മാരൊക്കെ സെഹിയോൻ മാളികയിൽ ഒരുമിച്ച് കൂട്ടി, എന്നിട്ട് അതിശക്തമായിട്ട് അവിടെ അമ്മയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പെന്തക്കോസ്താ തിരുനാൾ ദിവസത്തിൽ നമുക്ക് ഇന്ന് വരെ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ഒരു ദൈവസ്നേഹത്തിൻ്റെ അനുഭവം നമുക്കില്ലെങ്കിൽ, ആദ്യം വേണ്ടത് അതിനായിട്ടുള്ള ആഗ്രഹത്തിനായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നൊക്കെ ധാരാളം ജപമാല ചൊല്ലി, അതുപോലെ ഈ വചനം ആവർത്തിച്ച് പറയുക, പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഇത് ആവർത്തിച്ച് പറയുക. അതുപോലെ തന്നെ ഈ അപ്പസ്തോല പ്രവർത്തനം 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മൾ ഏത് മേഖലയിലാണോ നാം ബലപ്പെടേണ്ടത്? ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കല്ലിച്ച ഹൃദയമായിരിക്കും, നമുക്ക് എന്തു വന്നാലും ഒരു അനക്കല്ലാത്ത. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബാംസളമായ ഹൃദയം നമുക്ക് നൽകും. ചിലവരെ സംബന്ധിച്ച് അവർ ലോല ഹൃദയരായിരിക്കും, തൊട്ടാവാടി സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ആത്മശക്തി, ഒരു ആത്മധൈര്യം അവർക്ക് നൽകും. ഒരു ധൈര്യത്തോടെ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ട കൃപ അവർക്ക് നൽകും. അങ്ങനെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച്, ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് എല്ലാ കാര്യം പെട്ടെന്ന് മറന്നു പോവാണ്. പരിശുദ്ധാത്മാവിനെ വിളിക്കുമ്പോൾ ഓർമ്മശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വരും. ഒരു അഡ്വക്കേറ്റിനെ സംബന്ധിച്ച് അഡ്വക്കേറ്റിന് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കേസും അതുപോലെ കോർട്ട് നമ്പറും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതെല്ലാം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് അത് വിജയമാവുന്നത്. എല്ലാം അറിയാം, പക്ഷേ പ്രസൻറ്റേഷൻ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ശരിക്കും അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡോക്ടറാണെങ്കിൽ ഡോക്ടർക്ക് എല്ലാം അറിയാമെങ്കിലും അങ്ങോട്ട് ഒരു അവസാനത്ത് രോഗിയുമായിട്ടൊരു ബന്ധം വരണം. അവിടെയാണ് ശരിക്കും ഹീലിംഗ് വരണത്. ആ ഒരു ബന്ധമില്ല. കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ ഈ ഡോക്ടറുടെ അടുത്തേക്ക് രോഗികൾ വരില്ല. അങ്ങനത്തെ ഒരു. അപ്പോൾ ശരിക്കും പ്രിയ സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ തുറകളിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് നമ്മൾ ഏത് തുറയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആ പർട്ടിക്കുലർ സാഹചര്യത്തിലേക്ക് വന്ന് നമ്മെ സഹായിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനെ അത് സാധിക്കും. അതുകൊണ്ട് ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.